ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നടപടിയുമായി നിലമ്പൂർ നഗരസഭ. ഓഗസ്റ്റ് 5 മുൻപായി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ കർഷകർക്ക് ശല്യമായി മാറിയിട്ടുള്ള മുഴുവൻ കാട്ടുപന്നികളെയും വെടിവെച്ചു കൊല്ലുമെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. ശനിയാഴ്ച രാവിലെ നഗരസഭാ ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. പന്നികളെ വെടിവെച്ചു കൊല്ലാനായി തോക്ക് ലൈസൻസുള്ള അംഗീകൃത ഷൂട്ടർമാരെ നിയമിച്ചു കഴിഞ്ഞു. ഷൂട്ടർമാർക്ക് ഒരു കാട്ടുപന്നിക്ക് 1500 രൂപ വീതം നൽകും. കൂടാതെ കുഴിച്ചിടുന്നതിന് 2000 രൂപ വീതവും നൽകും. വന്യമൃഗശല്യം, പ്രത്യേകിച്ച് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ അനുമതി നൽകിയിട്ടുള്ളത്. അവശരായ നായ്ക്കളെ ദയാവധത്തിന് ഇരയാക്കുന്ന പദ്ധതിയും നഗരസഭയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചതായി വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ PM ബഷീർ പറഞ്ഞു. നഗരസഭാ പരിധിയിൽ തെരുവുനായകൾ കൂട്ടം കൂടി നിൽക്കുന്ന 29 ഇടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വെറ്റിനറി സർജൻ ഉൾപ്പെട്ട സംഘം പരിശോധിച്ച് അവശരായി കണ്ടെത്തുന്ന നായകളെ ദയാവധത്തിന് ഇരയാക്കും. തെരുവുനായകൾക്കിടയിൽ നടത്തിയ വന്ധ്യംകരണം പൂർണ്ണമായും വിജയിക്കാത്ത സാഹചര്യത്തിലാണ് അവശരായ നായകളെ ദയാവധത്തിന് ഇരയാക്കി തെരുവുനായ്ക്കളുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള നടപടിയെന്നും ബഷീർ പറഞ്ഞു. ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം, വിദ്യാഭ്യാസകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ സ്കറിയാക് നാത്തോപ്പിൽ എന്നിവരും പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.